അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 70-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഉഹുദിനെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഭാഗത്ത്, ഉഹുദിൻ്റെ ആദ്യ ഭാഗത്ത്, നമ്മൾ ആ ശത്രു സൈന്യം വരുന്ന ആ വാർത്ത ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി അനുയായികളുമായി ചർച്ച നടത്തിയതും അവസാനം അനുയായികളുടെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് മദീനക്ക് പുറത്തു പോയി യുദ്ധം ചെയ്യാനുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് റസൂലുള്ളാഹി ആ ജുമുഅ നമസ്കാരാനന്തരം യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി ആ പടയങ്കിയെല്ലാം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഇറങ്ങി വരികയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇറങ്ങി വന്നതിന് ശേഷം അവിടെ കൂടി നിൽക്കുന്ന ആ സ്വഹാബികൾ, ആ സൈന്യത്തെ മുഴുവൻ 3 വ്യൂഹങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. അതിൽ മുഹാജിറുകൾ ഒരു ഭാഗത്തും അൻസാറുകൾ മറുഭാഗത്തായിട്ട് റസൂലുള്ളാഹി നിർത്തി. ആ മുഹാജിറുകളുടെ ബറ്റാലിയൻ, അതിൽ മുഹാജിറുകളുടെ പതാകവാഹകനായിട്ട്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പൊതുനേതൃത്വം പതാകവാഹകനായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ സ്വഹാബിയെ സംബന്ധിച്ച് നമ്മൾ മക്കി കാലഘട്ടം മുതൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒരുപോലെ സുപരിചിതനായിട്ടുള്ള സ്വഹാബി. ബദറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിൻ്റെ പൊതുനേതൃത്വം നൽകിയത് ഇതേ സ്വഹാബി മുസ്അബ് റളിയല്ലാഹു അൻഹുവിനാണ്. പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. നമുക്കറിയാം, മദീനയുടെ മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഹിജറ ചെയ്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ മദീനയുടെ മണ്ണ് ഇസ്ലാമിന് അനുകൂലമാക്കി തീർത്ത സ്വഹാബിയാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തെത്തുന്നതിന് മുമ്പ് തന്നെ കടന്നു വന്ന 2 ആളുകൾ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ, അവ്വലു മൻ ഖദിമ അലൈനാ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈർ വ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലേക്ക് ആദ്യമായിട്ട് വന്ന സ്വഹാബി, ഒന്നാമതായിട്ട് വന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹുവും രണ്ടാമതായിട്ട് കടന്നു വന്നത് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവാണ്. അന്ധനായിട്ടുള്ള സ്വഹാബി. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിലേക്ക് നമ്മൾ പിന്നീട് കടന്നു വരും. ആ പതാക വഹിക്കാനുള്ള പ്രധാനപ്പെട്ട ദൗത്യം ഈ സ്വഹാബിക്കാണ് റസൂലുള്ളാഹി നൽകിയത്. നമ്മൾ നേരത്തെ ബദറിൽ നമ്മൾ സംസാരിച്ചിരുന്നു. യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ, ആ സൈന്യം യുദ്ധക്കളത്തിൽ ചിന്നി ചിതറുന്ന സന്ദർഭത്തിൽ ആ സംഘത്തിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട മാർക്കർ എന്നുള്ളത്, അല്ലെങ്കിൽ അടയാളം എന്നുള്ളത്, ആ പതാക വഹിക്കുന്ന വ്യക്തിയാണ്. യുദ്ധക്കളത്തിൽ തങ്ങളുടെ സൈന്യം ഏത് ഭാഗത്താണെന്ന് അനുയായികൾ തിരിച്ചറിയുന്നത് ആ പതാകവാഹകനെ നോക്കിയിട്ടാണ്. ആ പതാകവാഹകന് വീണ് കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്കുള്ള പ്രധാനപ്പെട്ടൊരു സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രു സൈന്യം പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ പതാക വഹിക്കുന്ന വ്യക്തിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് നൽകി. പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, ഈ സ്വഹാബി ഈ ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷിയാകാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം നമ്മൾ വരും. അപ്പോൾ അതാണ് മുഹാജിറുകളുടെ പക്ഷം. മറുവശത്ത് അൻസാറുകളുടെ ഭാഗത്ത്, അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാറുകൾ നമുക്കറിയാം പ്രധാനമായിട്ട് 2 ഗോത്രങ്ങളാണ്, ഔസും ഖസ്റജും ഗോത്രങ്ങൾ. അതിൽ ഔസ് ഗോത്രത്തിൻ്റെ ബറ്റാലിയന്, അതിൽ പതാകവാഹകനായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ആകാശലോകത്തു നിന്നും മലക്കുകൾ, അല്ലെങ്കിൽ വിളക്കുകൾ ഇറങ്ങി വരുന്ന ആ കാഴ്ചയെല്ലാം കണ്ട സ്വഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനാണ് ഔസ് ഗോത്രത്തിൻ്റെ ചുമതല. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഖസ്റജ് ഗോത്രത്തിൻ്റെ ബറ്റാലിയൻ, അതിൽ പതാകവാഹകനായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് ഹുബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവാണ്. ഈ രൂപത്തിൽ 3 വ്യൂഹങ്ങളാക്കി തിരിച്ചതിന് ശേഷം മൊത്തം 1000-ഓളം വരുന്ന ആ മുസ്ലിം സൈന്യം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അവരെ നിർത്തുകയാണ്. അപ്പോൾ 1000-ഓളം വരുന്ന ആ സൈന്യത്തിൽ, അതിൽ 100 പടയങ്കി ധരിച്ച 100 ആളുകളാണ് ആ സൈന്യത്തിൽ, മൊത്തം ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. വെറും 100 ആളുകൾ. അതേ സന്ദർഭത്തിൽ മറുവശം ഖുറൈശി സൈന്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ 3000-ഓളം വരുന്ന ആ ഖുറൈശി സൈന്യത്തിൽ 700-ഓളം പടയങ്കി ധരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. 7 ഇരട്ടിയാണ് മറുവശത്തുള്ളത്. അതേപോലെ തന്നെ മുസ്ലിം സൈന്യത്തിൽ അശ്വഭടന്മാർ, അല്ലെങ്കിൽ കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് 50-ഓളം കുതിരപ്പടയാളികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രസ്താവനയെ പ്രധാനപ്പെട്ട ചരിത്ര ഇബ്നു ഹജർ അസ്ഖലാനിയും അതേപോലെ തന്നെ ഇമാം വാഖിദി എല്ലാം റഹിമഹുല്ലാഹ് അവരെല്ലാം അതിനെ ഗണ്ണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉഹുദിൽ 2 കുതിരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊന്ന് അബൂ ബുർദ റളിയല്ലാഹു അൻഹു. അവർക്ക് 2 കുതിരകൾ മാത്രമായിരുന്നു ആ മൊത്തം സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് അവിടെയും ഖുറൈശികൾ നമുക്കറിയാം 200-ഓളം വരുന്ന അശ്വഭടന്മാർ ഖുറൈശി സൈന്യത്തിലുണ്ടായിരുന്നു.
കാരണം നമുക്കറിയാം ഖുറൈശികൾ അവർ ആ യുദ്ധത്തിന് വേണ്ടി ഒരു വർഷത്തോളം വരുന്ന പ്രിപ്പറേഷനാണ് അവർ നടത്തിയത്. മുസ്ലിം സൈന്യം നമുക്കറിയാം മുസ്ലിങ്ങൾ കേവലം 1-2 ദിവസങ്ങൾ കൊണ്ടാണ് ആ സൈന്യം ഒരുക്കു കൂട്ടുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ആ ജുമാ നമസ്കാരാനന്തരം ആ മുസ്ലിം സൈന്യം ഉഹുദ് ലക്ഷ്യമാക്കിക്കൊണ്ട് മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. റസൂലുള്ളാഹിൻ്റെ 2 വശത്തായിട്ട് 2 സഅദ്മാർ, അതായത് ഔസ് ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിൻ്റെ 2 പക്ഷത്തായിട്ട് അങ്കി ധരിച്ച് അവരും മുന്നിലുണ്ട്. നമുക്കറിയാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൻ്റെ പ്രധാന ടാർഗറ്റാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിക്ക് നേരെ ഒളിയാക്രമണം വരുമെന്നുള്ള ഭയം കാരണം, അവരുടെ ഭയം കാരണം അവർ റസൂലുള്ളാഹിൻ്റെ 2 വശത്തായിട്ട് നിന്ന് ആ സൈന്യം മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ അവരൊന്നരംഗം മദീന വിട്ടു പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ മദീനയുടെ സംരക്ഷണ ചുമതല പതിവ് പോലെ റസൂലുള്ളാഹി നൽകിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അന്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചുമതല നൽകിയത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബദറിൻ്റെ സന്ദർഭത്തിലും റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ മദീനയുടെ ഇൻചാർജ് റസൂലുള്ളാഹി ഇതേ സ്വഹാബിക്ക് നൽകിയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. നമുക്കെല്ലാം സുപരിചിതമാണ് മക്കീ കാലഘട്ടത്തെ അബസ ബത്തവല്ല എന്നുള്ള ആ ഒരു അധ്യായം 10-16ഓളം ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരുത്തിക്കൊണ്ട് ഈ സ്വഹാബിക്ക് അനുകൂലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ആ സൂറത്തിൻ്റെ അവതരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അങ്ങോട്ട് ഏതൊരു സന്ദർഭത്തിൽ ഈ ഒരു സ്വഹാബിയെ കണ്ടാലും പ്രത്യേകമായിട്ട് റസൂൽ എവിടെ അദ്ദേഹത്തെ കണ്ടാലും എഴുന്നേറ്റുന്നുകൊണ്ട് മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരുത്താൻ കാരണമാക്കി തീർത്തവരെ മർഹബൻ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമായിരുന്നു. അത്രയേറെ പരിഗണനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, മദീനയിൽ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മദീനയിലേക്ക് ആദ്യമായിട്ട് ഹിജ്റ ചെയ്തെത്തിയ വ്യക്തി മുസ്അബ് റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് നൽകിയ പരിഗണന ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിൻ്റെ പ്രധാനപ്പെട്ട മുഅദ്ദിൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് റസൂലുള്ളാഹിൻ്റെ രണ്ടാമത്തെ മുഅദ്ദിൻ ഈ സ്വഹാബിയായിരുന്നു. ഉഹദിൽ മാത്രമല്ല, ആ സീറയിലുടനീളം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 10-ലധികം തവണ 13ഓളം സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ മദീനയുടെ ചുമതല ഈ ഒരു സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ട് ഇതെല്ലാം പറയാനുള്ള കാരണം, പ്രത്യേകിച്ച് ആ ഒരു കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ, ഇക്കാലഘട്ടത്തും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൈകല്യമുള്ള ആളുകളെ ഏത് രൂപത്തിലാണ് സമൂഹം നോക്കിക്കാണാറ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പദവിയും അല്ലെങ്കിൽ ആദരവുമായിരുന്നു അത്തരക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ട മറ്റൊരു കാര്യം, ബദറിന് ശേഷം അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വലിയൊരു വിഷമത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ട് ഇത്രയും കാലം അനുയായികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അവരോടൊപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ എത്തിയതിന് ശേഷം നമുക്കറിയാം, മദീന കാലഘട്ടത്തിലാണ് ആ യുദ്ധങ്ങളെല്ലാം കടന്നു വരുന്നത്. മറ്റുള്ള ആളുകളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ പോരാടാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈകല്യം കാരണം അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നില്ല. അതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ബദറിൻ്റെ അനന്തരം ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ അല്ലെങ്കിൽ അതിൽ ഷഹീദായിട്ടുള്ള ആളുകളുടെ പ്രാധാന്യവും ബഹുമതികളെല്ലാം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലും റസൂലുള്ളാഹിൻ്റെ വാക്യങ്ങളെല്ലാം കേട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അതിയായ വിഷമം തോന്നുകയാണ്. ചിന്തിച്ചു നോക്കും, മനോഹരമായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ന്യായമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും പല സന്ദർഭത്തിലും എന്തെങ്കിലും ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എക്സ്ക്യൂസ് തരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ന്യായമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിട്ടും അതിലത്യധികം വിഷമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം വലിയൊരു പാഠാണ് നമുക്ക് നൽകുന്നത്. ആ രൂപത്തിൽ അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ പോരാടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇൻ്റെ 95-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. ആ ആയത്ത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സൂറത്തു ആൽ ഇംറാനും സൂറത്തു നിസാ, ഇത് ഈ ഒരു 2 സൂറത്തുകളാണ് പ്രധാനമായിട്ട് ഉഹദിൻ്റെ ഭാഗത്തുടനീളം നമ്മൾ കവർ ചെയ്യുക. ആ സൂറത്തു നിസാഇൻ്റെ 95-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ പോരാടുന്ന ആളുകളും പോരാടുന്ന വിശ്വാസികളും അതേ സന്ദർഭത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന ആളുകളും അവർ രണ്ടും തുല്യരല്ല. ആ രൂപത്തിൽ പരാമർശിച്ചുകൊണ്ട് ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആയത്ത് ഇതേ രൂപത്തിൽ കേൾക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഏത് രൂപത്തിലായിരിക്കും? ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട്
കടന്നു വരുന്നൊരു ഹദീസിൽ, സ്വഹീൽ ബുഖാരിയിലും സുനനു തുർമുദിയിലെല്ലാം കടന്നു വരുന്നൊരു ഹദീസിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നമുക്കെല്ലാം അറിയാം, റസൂലുള്ളാഹിൻ്റെ വഹി എഴുത്തുകാർ, കുത്താബുൽ വഹിയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട സ്വഹാബി, പിൻകാലഘട്ടത്ത് പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണ ചുമതലയെല്ലാം നൽകിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആ പേര് നോട്ട് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഉഹുദിൽ നമ്മൾ പിന്നീട് പരാമർശിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു ഹദീസ് നമ്മൾ നേരത്തെ വഹീൻ്റെ ആരംഭം എന്നുള്ള ആ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചതാണ്. ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു, റസൂലുള്ളാഹിൻ്റെ കാലുകൾ എൻ്റെ മടിയിൽ വെച്ചിരുന്നു. ആ സന്ദർഭത്തിൽ പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് ഒരു മയക്കം അനുഭവപ്പെട്ട് വഹി വരികയാണ്. ആ വഹീൻ്റെ ഭാരം കാരണം എൻ്റെ കാലിൻ്റെ ശേഷി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ തുടയൽ പൊട്ടുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. അത്രയും ഭാരമുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ആ സന്ദർഭത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിക്ക് വഹി വരുന്ന സന്ദർഭത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള മറ്റൊരു ഹദീസിലും യാത്രാ സന്ദർഭത്തിലെല്ലാം വഴിമധ്യേ വഹി വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒട്ടകം വഹീൻ്റെ ഭാരം കാരണം നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്നു പോകുമെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മാറുകൾ ഭൂമിയിലേക്ക് തൂങ്ങുമാർ, ആ രൂപത്തിലുള്ളൊരു ഭാരമായിരുന്നു റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുസമ്മിലിലെ 7-ാമത്തെ വചനത്തിൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, താങ്കൾക്ക് മീതെ കനപ്പെട്ട ഒരു വാക്ക്, ആ രൂപത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്ന സന്ദർഭത്തിൽ അനുഭവപ്പെട്ടത്. സൂറത്തുൽ ഹശറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾക്ക് മീതെ ലൗ അൻസൽനാ ആദൽ ഖുർആന അലാ ജബലിൻ, പർവ്വതത്തിന് മീതെ ഖുർആൻ അവതരിച്ചാൽ ആ പർവ്വതം പൊടിഞ്ഞു പോകും എന്നുള്ളത്, ആ രൂപത്തിൽ ശക്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ കാലുകൾ പൊട്ടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ആ സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ ആയത്ത്, സൂറത്ത് നിസാഇൻ്റെ ആ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അതായത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ പോരാടുന്ന ആളുകളും പോരാടാത്തവരും സമന്മാരല്ല, അതായിരുന്നു ആയത്ത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകർ, എൻ്റെ കാര്യമോ, കാരണം ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് എനിക്ക് ഞാൻ അന്ധനായതുകൊണ്ടാണ്. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കുമായിരുന്നു. അപ്പം എൻ്റെ കാര്യത്തിൽ എന്താണ്, ആ ഒരു ചോദ്യമാണ് അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരന്തരം അല്ലാഹുമ്മ അൻസിൽ ഉദ്രി, ഓ അല്ലാഹ് എൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസ് എനിക്ക് അവതരിക്കണേ എന്ന് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ അവസ്ഥ മാറി. വീണ്ടും ആ വഹി വരുന്ന അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി മാറി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ആ സന്ദർഭത്തിൽ ആയത്തിലുള്ള ഗൈറു ഉലിൽ ദൊററി, അതായത് അംഗവൈകല്യമുള്ള ആളുകൾ, ഇതേ രൂപത്തിൽ വൈകല്യമുള്ള ആളുകൾ ഒഴികെ എന്നുള്ള ആയത്തിൻ്റെ ഭാഗം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകി എന്നുള്ളതാണ്. പ്രയാസമുള്ള അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകൾ ഒഴികെ എന്നുള്ള ആയത്തിൻ്റെ ഭാഗം ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയത്തിൻ്റെ അടുത്ത ഭാഗം നൽകുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിവരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ ആയത്ത് അതേ രൂപത്തിൽ, പിന്നീട് ആയത്തിൻ്റെ വിശദീകരണം ഫിഖ്ഹായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മറ്റുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ അത് റസൂലുള്ളാഹിക്ക് ആയത്ത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നേരിട്ട് അക്കാര്യം ആയത്തിലൂടെ പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് നൽകിയ ആദരവാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂറത്ത് ഒരു അധ്യായം, ഉടനീളം അധ്യായം, അതേപോലെ തന്നെ ഈ ഒരു ആയത്തിൻ്റെ പരാമർശം എല്ലാം ഈ സ്വഹാബിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടും മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിയായി സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ മുന്നേറുന്ന ആളുകൾ, അവർ പരമാവധി ആ എക്സ്ക്യൂസുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഇപ്പോൾ ഇരുന്ന് നമസ്കരിക്കാമെങ്കിലും ഒരല്പം കഴിയെങ്കിൽ അവർ അതെല്ലാം സഹിച്ച് വീണ്ടും എഴുന്നേറ്റുന്ന് നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ പ്രാധാന്യം ഓർത്ത്. അതേപോലെ തന്നെ പല സന്ദർഭത്തിലും നോമ്പ് നോക്കാതിരിക്കാനുള്ള നിരവധി ഇളവുകളുണ്ട്. പക്ഷേ ഒരുവിധമാണെങ്കിൽ അതെല്ലാം സഹിച്ച് വീണ്ടും നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മുന്നോട്ടുള്ള ചരിത്രത്തിൽ തൻ്റെ അവസാന കാലഘട്ടത്തിൽ, അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് പേർഷ്യക്കാരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ അന്ധനായിട്ടും ഇസ്ലാമിൻ്റെ പതാകവാഹകനായിട്ട് അദ്ദേഹം പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം ഉഹുദിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹം പതാക വഹിച്ച് അതിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് എന്താണ് സംഭവിക്കുന്നത്, സമാനമായിട്ട് തന്നെ ആ പേർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ധീര രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഉഹുദിൻ്റെ ഈ ഒരു സന്ദർഭത്തിലേക്ക് തിരിച്ചു വരാൻ, ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി മദീനയിൽ നിന്നും ആ സൈന്യം പുറപ്പെടുന്ന സന്ദർഭത്തിൽ മദീനയുടെ ചുമതല ഈ ഒരു സ്വഹാബി, പ്രധാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ളാഹി നൽകുന്നത്. അങ്ങനെ സൈന്യം മദീന വിട്ടു പോവാൻ ഉഹുദ് ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്.
ഉഹുദ് എന്നുള്ള ആ ഒരു ലൊക്കേഷന് നിരവധി പ്രാധാന്യമുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അതിനു മുമ്പ് മദീന വിട്ടുപോകുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ, ഒറ്റപ്പെട്ട ചില ആളുകൾ ആ സന്ദർഭത്തിൽ മദീനയിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അതല്ലാത്ത ചില ആളുകൾ അവരെ പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മദീനയിൽ അവശേഷിച്ച എണ്ണപ്പെട്ട ആളുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ആണ്. പലപ്പോഴായിട്ട് നമ്മൾ ഈ ഒരു പേര് കേൾക്കാറുണ്ട്. അൻസാറുകളിൽ ഖസ്റജിൽ ബനൂ സലമ ഗോത്രക്കാരനാണ് ജാബിർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം പ്രധാനപ്പെട്ട ഹദീസ് നിവേദകരിൽ ഒരാളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്, രണ്ടാം അഖബ ഉടമ്പടി, ആ മദീനയിൽ നിന്നെത്തിയ 70ഓളം വരുന്ന ആ സംഘത്തിൽ പിതാവിനോടൊപ്പം ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത 70ഓളം വരുന്ന ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളുടെ ഒരാളായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പിതാവാണ് യഥാർത്ഥത്തിൽ ഉഹുദിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഹൈലൈറ്റ്. അതിലേക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു സന്ദർഭത്തിൽ, ഉഹുദിൻ്റെ ഈ ഒരു സന്ദർഭത്തിലെ പ്രായം 16, 17 എങ്കിൽ 15 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രായമുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു മാറി നിന്നത്? അതിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ പിതാവിലേക്ക് വരേണ്ടതുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. ആ പേര് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്തും. അബൂ ജാബിർ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കൂടാതെ വീണ്ടും 7 മക്കളുണ്ട്. മൊത്തം 8 മക്കളാണ്. ആ 8 മക്കളിൽ അദ്ദേഹത്തിന് ഏക ആൺ സന്താനമായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു മാത്രമാണുള്ളത്. ബാക്കി 7 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ബദറിൻ്റെ സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന് പ്രായം യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ളൊരു പ്രായമായിട്ടില്ല. പക്ഷേ ഉഹുദിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ യുദ്ധത്തിന് അവർ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഈ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നാളെ നമ്മൾ യുദ്ധത്തിന് പോവാണ്. ഈ യുദ്ധത്തിൽ ഞാൻ വധിക്കപ്പെടുമെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അത് എനിക്ക് ഉറപ്പാണ്. അത് നമുക്കറിയാം, നല്ല ആളുകൾക്ക് ആ രൂപത്തിലുള്ള തോന്നലുകൾ, ഫിറാസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രൂപത്തിലുള്ളൊരു തോന്നലുകൾ ഉണ്ടാവും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാണ്, മോനെ, ഞാൻ അധികവും നാളെ ആ യുദ്ധക്കളത്തിൽ ഷഹീദാകാൻ അല്ലെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നത് നിന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ യുദ്ധത്തിന് നീ വരണ്ട, നീ ഈ വീട്ടിൽ നിൽക്കണം. കാരണം നിൻ്റെ കൂടെ എനിക്ക് 7 പെൺകുട്ടികളാണുള്ളത്. ആ 7 പെൺകുട്ടികളെ നീ പരിചരിക്കണം. അവരുടെ ചുമതല, ഉത്തരവാദിത്വം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ പിതാവ് ഏൽപ്പിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, അവിടെ മനോഹരമായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇട്ടെറിഞ്ഞ് പോകലല്ല യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ, ആ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ വരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഭാഗത്ത് അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിലും നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് അന്വേഷിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തെ മടക്കി അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമാനമായിട്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യാൻ വേണ്ടി കൊടുത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി നിരസിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അവരെ പെരുവഴിയിലാക്കിയിട്ടല്ല അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യേണ്ടത്. അതിൽ നിന്നും ഒരു ഭാഗം നിങ്ങൾക്ക് ദാനം ചെയ്യാം, മറ്റുള്ളത് അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള അധ്യാപനങ്ങളാണ്. ഇപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പിതാവ് ആ ഒരു ഉപദേശം നൽകിയ സന്ദർഭത്തിൽ അദ്ദേഹം നിരാശയോടുകൂടെ, ഉഹുദിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിരാശയോടുകൂടെ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. ആ ഒരു ചരിത്രം ഒരല്പം മുന്നോട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ മുഴുനീള ചിത്രം ലഭിക്കാൻ വേണ്ടി ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ, ആ ഉഹുദിൻ്റെ യുദ്ധാനന്തരം യഥാർത്ഥത്തിൽ ആ പിതാവിൻ്റെ തോന്നൽ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയാവാൻ. അങ്ങനെ യുദ്ധാനന്തരം ജാബിർ റളിയല്ലാഹു അൻഹു ആ പിതാവിൻ്റെ മരണവാർത്ത കേട്ട് അത്യധികം ദുഃഖത്തോടുകൂടെ അവിടെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന് നൽകിയൊരു സന്തോഷ വാർത്തയുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രേഷ്ഠത കൂടെയാണ് കാണിച്ചു തരുന്നത്. അത് യഥാർത്ഥത്തിൽ സ്വഹീഹായിട്ടുള്ള ഹദീസ്, സുനൻ തുർമുദിയിലും സ്വഹീഹ് മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മാ കല്ലമല്ലാഹു അഹദൻ ഖത്ത് ഇല്ലാ മിൻ വറാഇ ഹിജാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ഒരു മറക്ക് പിറകിൽ നിന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടില്ല. എന്നാൽ താങ്കളുടെ പിതാവിൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്, അതായത് നിങ്ങളുടെ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജനിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയില്ലാതെ നേരിട്ട് താങ്കളുടെ പിതാവിനോട് സംസാരിച്ചു.
അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ അബാക ഫകല്ലമഹു കിഫാഹൻ, അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് സംസാരിച്ചു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പിതാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അദ്ദേഹം ഷഹീദായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു, ഓ അല്ലാഹ്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് തിരിച്ചു പോയി എന്നെ ഒരിക്കൽ കൂടെ അങ്ങോട്ട് അയക്കണം. അതിനുശേഷം ഒരിക്കൽ കൂടെ എനിക്ക് ഷഹീദായിട്ട് നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടണമെന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത്രയും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള സവിശേഷതകളും പദവികളാണ് ശുഹദാക്കളെ കാത്തിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആൽ ഇംറാൻ്റെ 169-ാമത്തെ വചനം വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് എന്നുള്ള ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലതാണ്. അത് യുദ്ധാനന്തരമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് വരും. പക്ഷേ മുൻകൂട്ടി പറയാനുള്ള കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പിതാവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പിതാവിൻ്റെ പേര് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. അത് നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മദീനയിൽ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ആ സൈന്യം മദീനയിൽ നിന്നും പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആ സൈന്യത്തിൽ പങ്കുചേരാതെ മദീനയിൽ അവശേഷിച്ച മറ്റൊരു വ്യക്തി പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയുടെ പിതാവാണ്. ആ സ്വഹാബി ഹുദൈഫ ഇബ്ൻ അൽ യമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാണ്. നമ്മൾ പലതവണയായിട്ട് പറഞ്ഞതാണ്. റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, സ്വാഹിബ് സിർ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുദൈഫ ഇബ്ൻ അൽ യമാൻ. യമാൻ എന്നുള്ളതാണ് പിതാവിൻ്റെ യഥാർത്ഥത്തിൽ യമാൻ എന്നുള്ളത് ലഖബാണ്. യഥാർത്ഥത്തിലുള്ള പിതാവിൻ്റെ പേര് ഹുസൈൽ ഇബ്ൻ ജാബിർ റളിയല്ലാഹു അൻഹു. ഹുസൈൽ ബിൻ ജാബിർ റളിയല്ലാഹു അൻഹുവും മദീനയിൽ അവശേഷിക്കണം. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉപ്പ പോകുന്നുണ്ട്, മകൻ അവിടെ നിൽക്കുകയാണ്. ഇത് നേരെ തിരിച്ച് മകന് പോകുന്നുണ്ട്, ഉപ്പ അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നുള്ളത് ഒരല്പം ചരിത്രം പിറകിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നേരത്തെ ബദറിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ബദറിലും ഹുദൈഫയും പിതാവും പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ കാരണം സീറയുടെ 57-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി ഉപ്പയും മകനും ഹുദൈഫയും പിതാവും വരുന്ന വഴിമധ്യേ ശത്രുക്കൾ ഖുറൈശികൾ അവരെ കയ്യോടെ പിടികൂടി. അങ്ങനെ കയ്യോടെ പിടികൂടിയതിന് ശേഷം നിങ്ങൾ ഈ വരുന്ന യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള വാക്ക് നൽകിയാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ വിടൂ, ആ രൂപത്തിൽ പറഞ്ഞ് അവസാനം അവർ വാക്ക് നൽകി. അവർ പങ്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന സന്ദർഭത്തിൽ വഴിയിലുണ്ടായ ഈ ഒരു സംഭവം റസൂലുള്ളാഹിനോട് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾ കരാറ് പാലിക്കണം, ശത്രുക്കൾക്കാണെങ്കിലും നിങ്ങൾ നൽകിയ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു അവരെ തിരിച്ചയച്ച്. അവർ രണ്ടാളും ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സന്ദർഭം ഉഹുദിൻ്റെ സമയത്തിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉഹുദിൻ്റെ സമയത്തിൽ ഹുദൈഫയുടെ പിതാവ് ഹുസൈൽ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വയോവൃദ്ധനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും, അതായത് ഹുദൈഫയുടെ പിതാവിനെയും കൂടെ അതേ രൂപത്തിൽ മറ്റൊരു വൃദ്ധനായിട്ടുള്ള സാബിത്ത് ബിൻ വഖ്ഷ് റളിയല്ലാഹു അൻഹുവിനെയും അവരെ മദീനയിൽ തന്നെ നിർത്തി. അവരെ മദീനയിൽ നിർത്തുകയാണ്. അങ്ങനെ അത്രയേറെ അവർ വൃദ്ധന്മാരായിട്ടുണ്ട്. അങ്ങനെ അവർ മദീനയിൽ നിർത്തി. ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ആരംഭിച്ച ഒരല്പം കഴിയുമ്പോൾ ഈ രണ്ടാളുകൾ മദീനയിൽ വെച്ച് അവർ നടത്തുന്നൊരു സംസാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടാളും എന്തിനാണ് ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മളെന്തിനാണ് ഈ രൂപത്തിൽ ഇരിക്കുന്നത്? ഇനി നമ്മളെ കാത്ത് ഒരല്പ ദിവസങ്ങൾ മാത്രമാണ് ഭൂമിയിലുള്ളത്. അപ്പോൾ നമുക്ക് പോയി ആ യുദ്ധക്കളത്തിൽ ധീരായിട്ട് രക്തസാക്ഷിത്വം വഹിക്കാമെന്നെല്ലാം പറഞ്ഞ് അവർ മദീനയിൽ നിന്നും അവർ പോകുന്നുണ്ട്. അവർ കടന്നു വരുന്നത് ആ യുദ്ധത്തിൻ്റെ 2ാം ഘട്ടത്തിലാണ്. ഉഹുദിൻ്റെ 2ാം ഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘം, ഞാൻ മുന്നോട്ടുള്ള ചരിത്രം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഘം മുസ്ലിങ്ങളെ വളഞ്ഞ് ആ കണ്ണ് കാണാത്ത ഒരവസ്ഥയിലാണ് അവർ രണ്ടാളും യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം ആരാണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവസാനം മുസ്ലിങ്ങളുടെ വാളിനാൽ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഹുസൈൽ ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയാകുന്നുണ്ട്. അത് മുന്നോട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹുദൈഫയുടെ പിതാവ് ഹുസൈൽ ബിൻ ജാബിർ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ സാബിത്ത് ബിൻ വഖ്ഷ് റളിയല്ലാഹു അൻഹുവും അവർ ആ പ്രായാധിക്യം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ സൈന്യത്തിൽ ഉൾപ്പെടുത്താതെ അവരെ മദീനയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. അവസാനമായിട്ട് ആ ഒരു ഗണത്തിൽ ആ സൈന്യം പുറപ്പെടുന്ന സന്ദർഭത്തിൽ അതിനോടൊപ്പം പോകാതിരുന്ന മറ്റൊരു വ്യക്തി ഹൻളല ഇബ്നു അബി ആമിർ റളിയല്ലാഹു അൻഹു ആണ്. പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടാളുടെയും പിതാവ് അവർ വിശ്വാസികളാണെങ്കിൽ ഹൻളല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ആമിർ അദ്ദേഹം ശത്രുപക്ഷത്ത് പ്രധാനപ്പെട്ട റോളിൽ കടന്നു വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയും. അപ്പോൾ ഹൻളല റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കാനുള്ള കാരണം, ഹൻളല റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിവാഹം നടക്കുന്ന ആ സന്ദർഭത്തിലാണ്
ഉഹുദിനുള്ള ആഹ്വാനം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാഹ സന്ദർഭമാണ്. ആ വിവാഹം വളരെ നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഉഹുദ് നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നതാണ്. അപ്പോൾ അദ്ദേഹം അൻദല റളിയല്ലാഹു അൻഹു ഈ ഒരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ മകൾ ജമീല റളിയല്ലാഹു അൻഹയാണ് അൻദല വിവാഹം കഴിക്കുന്നത്. അപ്പോൾ വിവാഹം ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു എക്സ്ക്യൂസ് നൽകുകയാണ്. പക്ഷേ അദ്ദേഹം ആ എക്സ്ക്യൂസ് ഒന്നും എടുക്കാതെ മുസ്ലിം സൈന്യത്തോടൊപ്പം പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം ആ യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേരാണ്. അങ്ങനെ മണിയറയിൽ നിന്നും അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് വന്ന ആ യുദ്ധക്കളത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം പിന്നീട് ഗസീലുൽ മലായിക്ക എന്നുള്ള അപരനാമത്തിനെല്ലാം അദ്ദേഹം അർഹനാകുന്നുണ്ട്. അതെല്ലാം പിന്നീട് നമ്മൾ പറയും. പക്ഷേ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ സൈന്യം പുറപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ മദീനയിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ആ മുസ്ലിം സൈന്യം മദീനയിൽ നിന്നും വടക്ക് ഭാഗത്തുള്ള ഉഹുദ് ലക്ഷ്യമാക്കി അവർ പുറപ്പെടുകയാണ്. ഉഹുദാണ് അവരുടെ ലക്ഷ്യസ്ഥാനം. ആ ഉഹുദിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. ഉഹുദ് എന്നുള്ളത് അറേബ്യൻ ഉപദ്വീപിൽ തന്നെ ഏറ്റവും വലിയ മലനിരകളിലൊന്നാണ് ഉഹുദ് പർവ്വതം. നമ്മളെ മദീന സിയാറത്ത് ചെയ്യുന്ന ആളുകളെല്ലാം സന്ദർശിക്കാറുള്ള സ്ഥലമാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കാണുന്നുണ്ടാവും. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, അത് യഥാർത്ഥത്തിൽ ഉഹുദ് എന്നുള്ളത് ഒരു മലയല്ല, മറിച്ച് ഏകദേശം അത് 7.5 അല്ലെങ്കിൽ 8 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു മലനിരയാണ് യഥാർത്ഥത്തിൽ ഉഹുദ് എന്നുള്ളത്. മദീനയുടെ വടക്ക് ഭാഗത്ത് ഇന്നത്തെ കാലത്ത് പ്രത്യേക അടിവരയിടുക, ഇന്നത്തെ കാലത്ത് മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം 4.5 അല്ലെങ്കിൽ 5 കിലോമീറ്റർ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ വെറും 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ മസ്ജിദ് നബവിയുടെ പ്രധാന കവാടത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇന്നത്തെ കാലത്ത് ഉഹുദ് കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് യഥാർത്ഥത്തിൽ മദീനൻ പട്ടണത്തിൻ്റെ പുറത്തായിരുന്നു ഉഹുദ് മല ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കാലഘട്ടത്തെ മൊത്തം മദീന സിറ്റി ഇന്നത്തെ ഹറമിൻ്റെ അത്ര വരില്ല. ഇന്ന് ആ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഖബർസ്ഥാൻ ബഖീഉൽ ഗർഖദ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പട്ടണത്തിൻ്റെ പുറത്തായിരുന്നു. നമുക്കറിയാം, കാലങ്ങളായിട്ട് മസ്ജിദ് നബവിയുടെ വിപുലീകരണം നടന്ന സന്ദർഭത്തിൽ അത് എത്രയോ വലിയതായ ആ സന്ദർഭത്തിൽ ഇന്നത്തെ ഖബർസ്ഥാൻ യഥാർത്ഥത്തിൽ പള്ളിയുടെ സമീപത്തായിട്ട് വരാൻ മാത്രമല്ല, ഉഹുദിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഉഹുദ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹറം പരിധിക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മലയാണ്. ആ ഹറമിൻ്റെ 4 ഭാഗത്തുള്ള ബൗണ്ടറി കൃത്യമായിട്ട് റസൂലുള്ളാഹി നിർണ്ണയിച്ച് നൽകുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ അൽ മദീനത്തു ഹറമുൻ മാ ബൈന ഗൈറിൻ ഇലാ സൗർ, ഗൈർ പർവ്വതം മുതൽ സൗർ വരെ റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ ശമാലും ജനൂബും തെക്കും വടക്കുള്ള ബൗണ്ടറികളാണ് റസൂലുള്ളാഹി അവിടെ പറയുന്നത്. അതിൽ പ്രത്യേകമായിട്ട് അടിവരയിടുക, അവിടെ പറയപ്പെട്ട ആ സൗർ പർവ്വതം യഥാർത്ഥത്തിൽ ഉഹുദ് മലയുടെ പിറകിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉഹുദ് എന്നുള്ളത് ഹറം പരിധിക്കകത്ത് വരുന്ന മലയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി മാ ബൈന ലാബത്തേഹ അല്ലെങ്കിൽ ഹറത്തേഹ, റസൂലുള്ളാഹി ആ 2 വോൾക്കാനിക് പ്ലെയിൻ അല്ലെങ്കിൽ ആ 2 അഗ്നിപർവ്വതം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കിഴക്കും പടിഞ്ഞാറുള്ള അതിർത്തികളാണ്. അപ്പോൾ 4 മൂലയും കൃത്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഉഹുദ് മല യഥാർത്ഥത്തിൽ ഹറം പരിധിക്കകത്ത് വരുന്ന മലയാണ്. അതുമാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധം കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഖൈബറും അതേപോലെ തന്നെ തബൂക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ ഉഹുദ് കാണുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ധൃതിയാക്കും എന്നുള്ളതാണ്. ആ മല ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹുദ് മലയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു, ഈ മല അതായത് ഈ ഉഹുദ് അത് നമ്മളെ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ അതിനെ സ്നേഹിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആ ഉഹുദ് മലയെ സ്നേഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്ക് മീതെ ഉഹുദ് മലയുടെ മീതെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ 4 ആളുകൾ നടക്കുന്ന സന്ദർഭത്തിൽ ഉഹുദ് മല ആ ഒരു ആദരവ് കാരണം ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് തൻ്റെ മീതെ ഇരിക്കുന്നതെന്നുള്ള ആദരവ് കാരണം ഉഹുദ് മല ചെറുതായിട്ട് ഇളകാൻ തുടങ്ങി, അത് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹുദ് മലയുടെ മീതെ തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്ബുത് ഉഹുദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദൈൻ, ഓ ഉഹുദേ നീ അടങ്ങുക, നിൻ്റെ മീതെ ഈ ഒരു സന്ദർഭത്തിലുള്ളത് ഒരു പ്രവാചകനും സുദ്ദീഖും അതേപോലെ തന്നെ 2 ശുഹദാക്കൾ ഷഹീദാൻ. സുബ്ഹാനല്ലാഹ്. അതായത് ഈ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ ഒരു പ്രവചനം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദ്ദീഖ് 2 ഷഹീദാൻ എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. സുബ്ഹാനല്ലാഹ്.
അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൻ്റെ ഇസ്നാദിന് ചില കുഴപ്പമുണ്ട്. ആ ഹദീസ് കാണാൻ സാധിക്കും, ജബലും മിൻ ജിബാലിൽ ജന്ന, സ്വർഗത്തിലെ പർവ്വതം എന്നെല്ലാം ഉഹദിനെ വിശേഷിപ്പിക്കുന്നതായിട്ടും ചില ദഈഫായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള പർവ്വതമാണ്. ഒരു പക്ഷേ നമുക്കറിയാം, കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് തന്നെ നിരവധി പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പർവ്വതമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ 60ഓളം ആയത്തുകളുടെ അവതരണത്തിന് കാരണമാക്കി തീർത്ത പർവ്വതം, റസൂലുള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിരവധി അനുചരന്മാർ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം അവരെ ഖബറടക്കിയ പ്രദേശം കൂടെ, ആ രൂപത്തിലുള്ള ശ്രേഷ്ഠതയെല്ലാം കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ ആ ഒരു മലയ്ക്ക് ശ്രേഷ്ഠത റസൂലുള്ളാഹി കൽപ്പിക്കാനുള്ള കാരണം. ഉഹ്ദ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ നമ്മൾ വിശദീകരിച്ച ശ്രേഷ്ഠതകളെല്ലാം അത് യുദ്ധത്തിൻ്റെ അനന്തരം കടന്നു വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സൈന്യമായിട്ട് റസൂലുള്ളാഹി ആ ഭാഗത്തേക്ക് നീങ്ങാനുള്ള കാരണം, മുസ്ലിം സൈന്യം നമുക്കറിയാം എണ്ണത്തിൽ വളരെ കുറവാണ്. ശത്രു സൈന്യത്തേക്കാൾ 3-1 അല്ലെങ്കിൽ 4-1 മാത്രമാണ് മുസ്ലിം സൈന്യം ഉള്ളത്. അപ്പോൾ വളരെ എണ്ണത്തിൽ കുറഞ്ഞ ആ സൈന്യത്തെ മാക്സിമം എഫക്റ്റീവായിട്ട് അവരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ലൊക്കേഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് അവിടെയും റസൂലുള്ളാഹിൻ്റെ ആ മിലിറ്ററി ജീനിയസാണ് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ ആ യുദ്ധത്തിൻ്റെ ആ ലൊക്കേഷൻ മാപ്പ് വെച്ച് അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ മുസ്ലിം സൈന്യം മദീനയിൽ നിന്നും യാത്ര പുറപ്പെടാണ്. ഒരല്പദൂരം ഉഹദിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പോലെയല്ല, നേരത്തെ പറഞ്ഞു ഒരല്പദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമഅ നമസ്കാരാനന്തരമാണ് ആ സൈന്യം പുറപ്പെടുന്നത്. അങ്ങനെ അവർ ഉഹദിലേക്ക് എത്തുന്നതിന് മുമ്പ് യാത്രാ വഴിമധ്യേ നിരവധി പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ബദറിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും പ്രത്യേകമായിട്ട് ഉണർത്തേണ്ടതുണ്ട്. ഉഹദിൻ്റെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ സീറ പണ്ഡിതന്മാർ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ക്രൊണോളജിയിലുള്ള അതിൻ്റെ ഓർഡറിലുള്ള വ്യത്യാസമാണ്. അതായത് നമ്മുടെ കയ്യിൽ നിരവധി സ്വഹാബികൾ ഉഹുദുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന നിരവധി ചിത്രങ്ങൾ അല്ലെങ്കിൽ നിരവധി പീസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വ്യത്യസ്ത പസിലുകളെല്ലാം ചേർത്ത് വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മളൊരു മുഴുനീള ചിത്രം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ സ്വഹാബികളും അവർ കാലങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങൾ അവർ നൽകുകയാണ്. ഒരു സ്വഹാബി നൽകുന്ന സംഭവം ആകില്ല മറ്റൊരു സ്വഹാബി നൽകുന്നത്. അപ്പം അത് പ്രത്യേകമായിട്ട് ഉഹുദിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉഹുദ് മറ്റുള്ള യുദ്ധങ്ങളെപ്പോലല്ല പ്രതികൂലമായിട്ടുള്ള യുദ്ധം കൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകൾ പല ആളുകളും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ നിരവധി സംഭവങ്ങൾ, ആ സംഭവങ്ങളെല്ലാം ഒരേ രൂപത്തിലാണ്, പക്ഷേ അത് ആ യുദ്ധത്തിൻ്റെ ഏതൊരു പോയിന്റിലാണ് അരങ്ങേറുന്നതെന്ന് വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല സീറാ ഗ്രന്ഥങ്ങൾ 5-6 സീറാ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ സംഭവങ്ങളെല്ലാം ഒന്നായിരിക്കും, പക്ഷേ വ്യത്യസ്ത ഓർഡറിലായിരിക്കും അത് വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കും. ഇത് ആമുഖമായിട്ട് പറയാനുള്ള കാരണം, അപ്പോൾ നമ്മളിവിടെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഈ ഉഹുദിൻ്റെ ചരിത്രം സംഭവങ്ങളെല്ലാം സെയിം ആയിരിക്കും, പക്ഷേ മറ്റൊരു ഓർഡറിൽ നിങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. കാരണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവം എല്ലാം സെയിമാണ്, പക്ഷേ ആ ഡോട്ട് കണക്ട് ചെയ്യുന്നത് പലരും വ്യത്യസ്ത രൂപത്തിലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു ആമുഖത്തോടു കൂടെ ആ ബാക്കിയുള്ള ഭാഗത്തേക്ക് കിടക്കാണ്. സൈന്യം നീങ്ങാണ്. വഴിയിൽ വെച്ച് അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സംഭവം, ആ സൈന്യം നീങ്ങി ഒരല്പദൂരം പിന്നിട്ട് ആ സനിയത്തുൽ ബദാ കഴിഞ്ഞ സന്ദർഭത്തിൽ വഴിയിൽ ആയുധധാരികളായിട്ടുള്ള ഒരു കൊച്ചു സംഘം മുസ്ലിം സൈന്യത്തിന് നേരെ വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ മുസ്ലിം സൈന്യത്തെ കാത്തു നിൽക്കുന്നുണ്ട്. അതേതായാലും ശത്രുക്കളല്ല, അവർ മുസ്ലിം സൈന്യത്തോടൊപ്പം മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ സൈന്യത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നൊരു സംഘമാണ്. അപ്പോൾ റസൂലുള്ളാഹി അത് ആരാണെന്ന് അന്വേഷിച്ച സന്ദർഭത്തിൽ അത് ഖസ്റജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ജൂതന്മാരുടെ ഒരു സംഘമാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിച്ചു. അതായത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, ആ മുനാഫിക്കളുടെ നേതാവായിട്ടുള്ള അയാളുമായി സഖ്യത്തിലിരിക്കുന്ന ജൂതന്മാരുടെ ഒരു സംഘമാണ്. കാരണം നമുക്കറിയാം മദീനൻ കരാറിൽ മദീനയെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെറുത്ത് നിൽക്കുമെന്നെല്ലാം കരാറിൽ അവർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിരന്തരം അവർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരുടെ സഹായം സ്വീകരിക്കാൻ റസൂലുള്ളാഹി വിസമ്മതിക്കുകയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സഹായം മതിയെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അവരെ തിരിച്ചയക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവസരം കിട്ടിയാൽ അവർ പാര പണയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ബനു ഖൈനുഖാരെ നമ്മൾ നാട് കടത്തി, എന്നിട്ടും അതിൽ നിന്നും തന്നെ യാതൊരു പാഠവും പഠിക്കാതെ ബനു നദീറുകാർ, ശത്രുക്കൾ, മക്കയിലുണ്ടായ ആ ശത്രുക്കൾക്ക് അബൂ സുഫിയാനും കൂട്ടർക്കും എല്ലാ സഹായങ്ങളും നൽകി. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ കഅബ് ബിൻ അഷ്റഫിൻ്റെ വധമെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ അവർ ഈ രൂപത്തിൽ നമ്മളോടൊപ്പം കൂടി യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുപക്ഷത്തേക്ക് കൂറുമാറി വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സന്ദർഭത്തിൽ അവരെ തിരിച്ചയക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അവരെ മടക്കി അയച്ചത്. ഇനി അതൊന്നും മാത്രമല്ല, അവരുടെ സഖ്യമായിട്ടുള്ള
ഈ അബ്ദുല്ലാഹിബ്നു ഉബൈ എന്നെ ചെയ്യാൻ പോകുന്ന കൊടുംചതി നമ്മൾ കാണാനിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നു. വീണ്ടും ആ സൈന്യം ഒരല്പം കൂടെ നീങ്ങി ആ ഷെയ്ഖാൻ എന്നുള്ള ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തെ മുഴുവൻ ഒന്ന് പുനഃപരിശോധിക്കുകയാണ്. അപ്പോൾ നേരത്തെ ബദറിൻ്റെ ചരിത്രത്തിനും സമാനമായിട്ട് നമ്മൾ കണ്ടിരുന്നത് റസൂലുള്ളാഹിൻ്റെ ഒരു പതിവാണ്. മദീനൻ പട്ടണം വിട്ടുകഴിഞ്ഞാൽ ആ സൈന്യത്തെ സൂക്ഷ്മമായിട്ട് റസൂലുള്ളാഹി ഒന്ന് പുനഃപരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ മുഹദിന് പുറപ്പെട്ട ആ 1000-ഓളം വരുന്ന ആ സൈന്യത്തെ ആ ഷെയ്ഖാൻ എന്നുള്ള സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുനഃപരിശോധിക്കുകയാണ്. അതായത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു പ്രത്യേക പ്രായപരിധി 15 വയസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ആ വയസ്സിൽ അല്ലെങ്കിൽ ആ പ്രായപരിധി എത്താത്ത ആളുകൾ ആ സൈന്യത്തിലുണ്ടോ എന്ന് റസൂലുള്ളാഹി പരിശോധിച്ച സന്ദർഭത്തിൽ അത്തരത്തിലുള്ള 12ഓളം ആളുകളെ റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ 12 ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായപരിധി എത്തിയില്ല എന്നുള്ള കാരണത്താൽ അവരെ മദീനയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്. ആ 12 ആളുകളുടെ പേരുകൾ സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത് പലതും നമുക്ക് അങ്ങേയറ്റം സുപരിചിതരായിട്ടുള്ള സ്വഹാബികളാണ്. ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി മടക്കി അയച്ചു. കാരണം ആ സന്ദർഭത്തിൽ 15 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. അതേപോലെ തന്നെ മറ്റൊരാൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണത്തിലെല്ലാം നേതൃത്വം നൽകിയ ആ സ്വഹാബി ഈ സന്ദർഭത്തിൽ പ്രായം 15 വയസ്സിൽ താഴെയാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇതെല്ലാം പ്രധാനപ്പെട്ട ഹദീസ് നിവേദകരാണ്. ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്ന പേരുകളാണ്. എന്തുകൊണ്ട് അവരെല്ലാം പ്രധാനപ്പെട്ട ഹദീസ് നിവേദകരായി എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത്. കാരണം ഈ സന്ദർഭത്തിൽ അവരുടെ പ്രായം 15 വയസ്സിൽ താഴെയാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷവും കാലങ്ങളോളം അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രമെല്ലാം അടുത്ത ജനറേഷനിലേക്ക് അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവർ പ്രധാനപ്പെട്ട ഹദീസ് നിവേദകരായിട്ട് പിന്നീട് കടന്നു വരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹി മടക്കി അയച്ച മറ്റൊരു വ്യക്തി ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. ഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടുള്ള ചരിത്രത്തിൽ റസൂലുള്ളാഹി വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് ആ റോമിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയ സൈന്യത്തിൻ്റെ നേതൃത്വം ഉസാമ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പ്രായം 17-18 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ കണക്കൂട്ടുന്ന സന്ദർഭത്തിൽ വെറും 11-12 വയസ്സ് മാത്രമായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രായം. ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ രൂപത്തിൽ 12 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചു. ആ 12 ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ആ സ്വഹാബി റാഫി ഇബ്നു ഖദീജ് എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബിയും അദ്ദേഹം മടക്കി അയച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ട്. 14 വയസ്സാണ്. മടക്കി അയച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശയായി. അയാളുടെ ആ വിഷമം കണ്ട സന്ദർഭത്തിൽ അയാളുടെ പിതാവും ഗോത്രക്കാരെല്ലാം വന്ന് അയാൾക്ക് വേണ്ടി റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്ന് റെക്കമെൻഡ് ചെയ്യണം. ഓ പ്രവാചകരെ, റാഫി നല്ല അമ്പെയ്ത്തുകാരനാണ്. നമ്മുടെ സൈന്യത്തിലുള്ള മുതിർന്ന ആളുകളേക്കാൾ മനോഹരമായിട്ട് അമ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് അതിനുള്ള നൈപുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ പിറകിലെല്ലാം അമ്പെയ്ത്തുകാരുടെ കൂട്ടത്തിൽ നിർത്തിയാൽ അത് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് റാഫിയനെ സൈന്യത്തിലെടുക്കണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ കഴിവെല്ലാം മനസ്സിലാക്കി, അയാളുടെ കഴിവും താല്പര്യമെല്ലാം മനസ്സിലാക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹുവിനെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം വന്നു. റാഫി റളിയല്ലാഹു അൻഹുവിനെ ആ സൈന്യത്തിൽ തിരിച്ചെടുത്ത സന്ദർഭത്തിൽ മറ്റൊരു വ്യക്തി സമുറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, റാഫിയനെ സൈന്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ എടുക്കണം. കാരണം റാഫിയനേക്കാൾ ശക്തനാണ് ഞാൻ. പലതവണ ഞാൻ റാഫിയനെ റളിയല്ലാഹു അൻഹു മൽപ്പിടുത്തത്തിൽ അല്ലെങ്കിൽ ഗുസ്തിയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അവിടെ വെച്ച് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ മൽപ്പിടുത്തമെല്ലാം നടത്തി ഈ സമുറ റളിയല്ലാഹു അൻഹു റാഫിയനെ പരാജയപ്പെടുത്തി ശക്തി തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കണ്ട സന്ദർഭത്തിൽ പുഞ്ചിരിച്ച് അവരുടെ ആ താല്പര്യമെല്ലാം കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിനെയും ആ സൈന്യത്തിൽ ഉൾപ്പെടുത്തി. ചിന്തിച്ചു നോക്ക്. അതായത് ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ 12-13 വയസ്സുള്ള കുട്ടികൾ, ടീനേജ് പ്രായത്തിലുള്ള ആളുകളാണ് ആ സൈന്യത്തിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ പോരാടാൻ അവർ കാണിക്കുന്ന ആവേശം എത്രയാണ്. അതും യുദ്ധത്തിന് വേണ്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വിരളാണ്. അതറിഞ്ഞിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ അവർ പോരാടാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം, അവരുടെ ഈമാനികമായിട്ടുള്ള ആ ഒരു ആവേശം, അവരെത്രത്തോളം ഉന്നതിയിലായിരുന്നു അവരുണ്ടായിരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മുസ്ലിം ഉമ്മത്തിലുള്ള ടീനേജുകാരും അവരും തമ്മിലുള്ള അന്തരം എത്രയാണ്. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ വിജയ രഹസ്യവും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ഇപ്പോൾ റസൂലുള്ളാഹി സൈന്യത്തെ എല്ലാം പുനഃപരിശോധിച്ച് ചില ആളുകളെല്ലാം മടക്കി അയച്ചതിന് ശേഷം സൈന്യം ഈ ഒരു സന്ദർഭത്തിൽ ഷെയ്ഖാൻ എന്നുള്ള പ്രദേശത്താണ് സൈന്യം ഉള്ളത്. ആ സമയമായപ്പോഴേക്കും നേരം സന്ധ്യയായി. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഘവും അവിടെ വെച്ചുകൊണ്ട് മഗ്രിബും ഇശാ എല്ലാം നമസ്കരിച്ചു. അതിനുശേഷം ഒരല്പനേരം രാത്രി ആ സൈന്യം അവിടെ വിശ്രമിക്കുകയാണ്. ആ വിശ്രമിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ സൈന്യത്തിന് കാവലായിട്ട് 50ഓളം ആളുകളെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ട് അവർ കാവൽ നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും പ്രത്യേക കാവലെല്ലാം ഏർപ്പെടുത്തി. കാരണം ശത്രു സംഘം എവിടെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഏതൊരു സന്ദർഭത്തിലും അവരിൽ നിന്നും ഒരു ഒളിയാക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് പ്രത്യേകമായിട്ട് സൈന്യത്തിന് 50ഓളം ആളുകളെ കാവലെല്ലാം നിർത്തി ഒരല്പനേരം സൈന്യം അവിടെ വിശ്രമിക്കുകയാണ്. അതിനുശേഷം ഒരല്പനേരം വിശ്രമിച്ചതിന് ശേഷം പ്രഭാതത്തിന് മുമ്പേ തന്നെ ആ സൈന്യം ആ ഒരു ഷെയ്ഖാൻ എന്നുള്ള പ്രദേശത്ത് നിന്നും ആ സൈന്യം വീണ്ടും നീങ്ങി അശൗത്ത് എന്നുള്ള പ്രദേശത്തേക്ക് എത്തുകയാണ്. അശൗത്ത് എന്നുള്ള സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അവിടെ വെച്ചുകൊണ്ട് ഫജ്ർ നമസ്കരിച്ചു. ആ ഫജ്ർ നമസ്കരിച്ച് അവർ നീങ്ങുന്ന സന്ദർഭത്തിൽ പ്രഭാതത്തിൽ ആ നേരം വെളുത്തു വരുന്ന ആ സന്ദർഭത്തിൽ ഇനി യുദ്ധത്തിന് കൂടുതൽ സമയമില്ല. ശനിയാഴ്ച പ്രഭാതമായിട്ടുണ്ട്. ശനിയാഴ്ച തന്നെയാണ് യുദ്ധം അരങ്ങേറുന്നത്. ഏകദേശം ആ ഉഹുദിൻ്റെ അടുത്തെത്താൻ ആ ഒരു നിർണായക പോയിന്റിൽ വെച്ച് ഒരു വൻ ചതി അരങ്ങേറാണ്. ചതി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സംഘത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ 1000ഓളം വരുന്ന സൈന്യത്തിലുണ്ടായിരുന്ന ഒരു നേതാവ്, മുനാഫിക്കളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ലഅനഹുല്ലാഹ്, അയാളും സംഘവും ആ സന്ദർഭത്തിൽ പിന്മാറുകയാണ്. 300ഓളം വരുന്ന അയാളുടെ അനുയായികളുമായിട്ട് അയാൾ ആ ഒരു പോയിന്റിൽ വെച്ച് തിരിച്ചു പോവാണ്. അപ്പം അതിൻ്റെ കാരണമായിട്ട് അയാൾ പറഞ്ഞ ന്യായം, നേരത്തെ ശത്രു സൈന്യം വരുന്നുണ്ടെന്നുള്ള ആ രഹസ്യ വിവരം ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി അനുയായികളുമായിട്ടൊരു കൂടിയാലോചന നടത്തിയിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ 2 അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന ഒരു വിഭാഗം ആളുകൾ നമുക്ക് മദീനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ശത്രുക്കളെ നേരിടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയായിരുന്നു ആദ്യം ആ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അതേ അഭിപ്രായമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സംഘത്തിലുണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെല്ലാം അവസാനം നമുക്ക് ശത്രുക്കളെ മദീനക്ക് പുറത്തു പോയി നേരിടാമെന്നുള്ള അവരുടെ തീരുമാനത്തെ അവസാനം റസൂലുള്ളാഹി സ്വീകരിക്കുകയുണ്ടായി. അപ്പം അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്ന ന്യായം, ഞാൻ ആ രൂപത്തിലൊരു അഭിപ്രായം അവിടെ വെച്ചിട്ടും എൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട എൻ്റെ അഭിപ്രായത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തള്ളി ആ ചെറുപ്പക്കാരുടെ അഭിപ്രായമാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പരിഗണിച്ചില്ല, പിന്നീട് ഞാൻ എന്തിനാണ് യുദ്ധത്തിന് വരുന്നതെന്ന് പറഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും സംഘവും പിന്മാറുകയാണ്. ചിന്തിച്ചു നോക്ക്, അതായത് ആ ചർച്ചയെല്ലാം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടു. അതിനുശേഷം മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ടു. ആ സൈന്യത്തിലെല്ലാം കൂടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആ യുദ്ധത്തിനോട് അടുത്ത സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ഒരു വൻ ചതി ചെയ്യാണ്. അയാൾക്ക് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ന്യായം പറഞ്ഞ് ആ സൈന്യത്തിൽ ചേരേണ്ടിയില്ലായിരുന്നു. പക്ഷേ അതെല്ലാം ചേർന്ന് അവസാനം ഈ യുദ്ധമുഖത്ത് വെച്ച് പിന്തിരിയുക വഴി അയാളുടെ ഒരു വ്യാമോഹം എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ അവർ പിൻവലിയുന്നതോടുകൂടെ ബാക്കി മുസ്ലിം സൈന്യങ്ങളുടെ മനോവീര്യം തകർക്കാനും അതേപോലെ തന്നെ ആ മുസ്ലിങ്ങൾക്കിടയിൽ അത് കാരണം വിള്ളലുണ്ടാകാനും അതുവഴി അവരുടെ ആത്മവീര്യമെല്ലാം ചോർന്ന് ശത്രുക്കൾക്ക് വളരെ എളുപ്പത്തിൽ മുസ്ലിങ്ങളെ കീഴടക്കാൻ സാധിക്കും. അതോടുകൂടെ മുസ്ലിങ്ങൾ എന്നുള്ള ആ പ്രശ്നം എന്നേക്കുമായി അവസാനിക്കും. പിന്നീട് മദീനയുടെ അധികാരം എൻ്റെ കയ്യിൽ വരുമെന്നുള്ള ആ രൂപത്തിലുള്ള കണക്കുകൂട്ടലും വ്യാമോഹമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന് ഈ ഒരു ചതി ചെയ്യുക വഴി അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിർണായക സന്ദർഭത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യിൻ്റെയും അനുയായികളുടെയും പിറകെ പോയി മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബി, ഞാൻ നേരത്തെ പറഞ്ഞ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു അയാളുടെ പിറകെ പോയിക്കൊണ്ട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഈ ഒരു സമയത്ത് ഉദക്കിറുക്കുമുള്ള അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ലാ തഖ്ദുലു ഖൗമക്കും വ നബിയക്കും ഇൻദമാ ഹദറ മിൻ അദുവിക്കും, നിങ്ങളുടെ ജനതയെയും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവാചകനെയെല്ലാം ശത്രുപക്ഷത്തേക്ക് ഈ രൂപത്തിൽ എറിഞ്ഞു കൊടുക്കരുത്. നിങ്ങളൊന്നില്ലെങ്കിൽ കരാർ എഴുതിയതല്ലേ, ആ കരാർ ലംഘിച്ച് നിങ്ങൾ ഈ രൂപത്തിൽ പോവാണോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ നിങ്ങൾ ചെറുത്ത് നിൽക്കുക. ആ രൂപത്തിലെല്ലാം അയാൾ ഉപദേശിച്ച് നോക്കിയ സന്ദർഭത്തിലും അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ലഅനഹുല്ലാഹ് അയാൾ പറഞ്ഞത്, നീ യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലേ, ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പോരാടായിരുന്നു, നിങ്ങൾ വെറുതെ പോവാണെന്നെല്ലാം പറഞ്ഞ് അയാൾ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാക്കും അയാൾ പറഞ്ഞ മറുപടിയാണ്. യുദ്ധം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. ഇതാണ് അയാൾ പറഞ്ഞ മറുപടി. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് സൂറത്ത് ആൽ ഇംറാൻ്റെ 167-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. മറ്റൊരു സൈഡ് പോയിന്റ്, ഇപ്പോൾ ബദറിനെ സംബന്ധിച്ച് സൂറത്തുൽ അൻഫാൽ എന്നുള്ളതുപോലെ തന്നെ ഉഹദ് പ്രധാനമായിട്ട് കടന്നു വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൂറത്ത് ആൽ ഇംറാനിലാണ്. സൂറത്ത് ആൽ ഇംറാനിൽ 121 വചനം മുതൽ 60ഓളം ആയത്തുകൾ
ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ ഈ സൂറത്ത് ആലിമ്രാനിൽ മാത്രമല്ല, സൂറത്തു നിസായിലും ചില ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ രണ്ട് സൂറത്തുകൾ പ്രധാനമായിട്ട് സൂറത്ത് നിസാ ഉഹുദിന് അനന്തരം വരുന്ന ആ സാമൂഹിക സാഹചര്യങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. കാരണം ഉഹുദിൽ നിരവധി ആളുകൾ ഷഹീദായ സന്ദർഭത്തിൽ നിരവധി വിധവകളും മറ്റു പ്രശ്നങ്ങളെല്ലാം വന്ന സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂറത്ത് നിസായിലെ വിഷയമായിട്ട് പ്രധാനമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ 167-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ആയത്തിൽ പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നുണ്ട്, വഖീല ലഹും തആലൂ ഖാതിലൂ ഫീ സബീലില്ലാഹി അവ ഇദ്ഫഉ, നിങ്ങൾ ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനെങ്കിലും സഹായിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ആണ് ആ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അവർ പറയുന്ന മറുപടി ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, അത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറഞ്ഞ മറുപടിയാണ്. ഞങ്ങൾ യുദ്ധം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലേ, യുദ്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയം തുറന്നു കാണിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവർ യഥാർത്ഥത്തിൽ അവർ നാവ് കൊണ്ട് പറയുന്നത് ഒന്നും അവരുടെ ഹൃദയത്തിൽ മറ്റൊന്നുമാണ്. വല്ലാഹു അലമു ബിമാ യക്തുമൂൻ, അവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കുന്നത് മൂടി വെക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയുന്നവനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ മനോഹരമായിട്ട് അവരെ തുറന്നു കാണിക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇമ്രാൻ്റെ 167-ാമത്തെ വചനം അത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതാണ്. ചുരുക്കത്തിൽ നിർണായകമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ അവർ നടത്തിയ ആ ഒരു പിന്മാറ്റം അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഷെറാണെന്ന് തോന്നുമെങ്കിൽ അത് ഏറ്റവും വലിയ ഖൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഒരു വിഭാഗം മുനാഫിക്കുകൾ എന്നുള്ളൊരു വിഭാഗം അടുത്ത കാലത്താണ് മുസ്ലിങ്ങളോടൊപ്പം കൂടിയത്. ബദറിൽ മുസ്ലിങ്ങൾ ഉന്നത വിജയം നേടിയതോടുകൂടെ പിന്നീട് മദീനയിൽ നിൽക്കക്കള്ളിയില്ലെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അവർ മുസ്ലിങ്ങളോടൊപ്പം ചേർന്നതാണ്. യഥാർത്ഥത്തിൽ പുറം കൊണ്ട് അവർ മുസ്ലിങ്ങളോടൊപ്പമാണെങ്കിലും അകത്ത് ശത്രുത വെച്ച് ആ നിഫാക്ക് വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ഇതുവരെ അവരുടെ യഥാർത്ഥ നിറം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു ചതി അവർ നിർണായക ഘട്ടത്തിൽ ആ ചതി നടത്തുക വഴി അവരുടെ തനി നിറം അവരാരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ ഉഹുദ് എന്നുള്ളത് നമുക്കറിയാം രണ്ടാമത്തെ യുദ്ധമാണ്. ഇനിയും നിരവധി യുദ്ധങ്ങൾ മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ തനി നിറം കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി അവരെ ആശ്രയിക്കേണ്ടതില്ല. ആ രൂപത്തിൽ അവരുടെ തനി നിറം അതുവഴി അവർ തന്നെ തുറന്നു കാണിക്കുകയാണ്. അതായിരുന്നു അതിലൂടെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച നേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്ത് ആൽ ഇമ്രാൻ്റെ 179-ാമത്തെ വചനത്തിൽ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നല്ലതിൽ നിന്നും ദുഷിച്ചതിനെ വേർതിരിച്ച് കാണിക്കാതെ. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു അഴുക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുനാഫിക്കുകൾ. അവരുടെ ആ നിഫാഖ് അവർ തന്നെ തുറന്നു കാണിക്കുക വഴി ആ അഴുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് അതുവഴി തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയാണ്. ഈ രൂപത്തിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മുസീബ അല്ലെങ്കിൽ ഫിത്ന വരുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ പല സന്ദർഭത്തിലും പലരുടെയും തനി നിറങ്ങൾ പുറത്തു വരിക. ഉഹുദ് എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുഭവം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ ഫിത്നയായിരുന്നു. പക്ഷേ അതിലൂടെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ തനി നിറം പുറത്തു വരാൻ കാരണം മനോഹരമായിട്ടുള്ളൊരു കാര്യം, ബാച്ചാവരായിട്ടുള്ള കാര്യം, ഫിത്ന എന്നുള്ള പദം യഥാർത്ഥത്തിൽ പരീക്ഷണത്തെ കുറിക്കാനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭാഷയിൽ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് ഭാഷയിൽ ഫിത്ന എന്ന് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഭാഷയിൽ ഇപ്പം സ്വർണ്ണപ്പണിക്കാരനെ അറബി ഭാഷയിൽ ഫത്താൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത്, കൊല്ലപ്പണിക്കാർ. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആ സ്വർണം നമുക്കറിയാം, സ്വർണം നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നും ലഭിക്കുന്നത് വളരെ ഇംപ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ അത് ശുദ്ധമല്ലാത്തൊരവസ്ഥയിലാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുക. പിന്നീട് സ്വർണത്തെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. ആ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ സ്വർണം നമ്മൾ കഴുകല്ല, മറിച്ച് അതിശക്തമായിട്ട് ചൂടാക്കുന്ന സന്ദർഭത്തിൽ ആ സ്വർണത്തിലെ മാലിന്യം ഒരു ഭാഗത്തേക്ക് വേർതിരിഞ്ഞ് ശുദ്ധമായിട്ടുള്ള സ്വർണം നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. മലയാളത്തിൽ സ്വർണം സ്ഫുടം ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ പറയാറുള്ളത് തന്നെ. ആ രൂപത്തിൽ ചൂടാക്കുന്ന സന്ദർഭത്തിൽ അഴുക്കൊരു ഭാഗത്തും നല്ലത് മറ്റൊരു ഭാഗത്തുമായിട്ട് അടിഞ്ഞുകൂടാണ്. ഇതേ രൂപത്തിൽ ഉഹുദ് എന്നുള്ള ആ ഒരു ഫിത്ന മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു ഫിത്ന വന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും അഴുക്കൊരു ഭാഗത്തേക്കും നല്ലത് ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. സുബ്ഹാനല്ലാഹ്. അത് ഫിത്ന വരുന്ന സന്ദർഭത്തിൽ മാത്രമേ ഏതാണ് യഥാർത്ഥ സ്വർണമെന്നും അല്ലെങ്കിൽ അഴുക്കൊന്നും നമുക്ക് വ്യക്തമാകൂ എന്നുള്ള. അപ്പോൾ ഈ രൂപത്തിലുള്ള ചൂടിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്വർണം പോലെയുള്ള ഈമാൻ ആരുടെ കയ്യിലാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാന്റെ 167-ാമത്തെ വചനത്തിലും വലിയ അലമല്ലദീന നാഫഖു, ആ കാപട്യക്കാരെ തിരിച്ചറിയാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം,
ബദറിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൻ്റെ ലക്ഷ്യവും പറഞ്ഞത് സൂറത്തുൽ അൻഫാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ അൻഫാലിലെ 37-ാമത്തെ വചനത്തിലും ലിയമീസ് അല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്, അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ നല്ലതും ചീത്തയും വേർതിരിയാനെന്നുള്ള പ്രയോഗം അവിടെയും നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കപടനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും സംഘവും പിന്തിരിഞ്ഞു പോയതോടുകൂടെ അവശേഷിക്കുന്ന മുസ്ലിം സൈന്യത്തിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള 2 പ്രതികരണങ്ങൾ ഉയർന്നു വരികയാണ്. മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു, നമ്മൾ ആദ്യം നേരിടേണ്ടത് അവരെയാണ്. കാരണം ഇത്രയും നേരം കൂടെ നിന്ന് നിർണായകമായ സമയത്ത് നമ്മളെ വഞ്ചിച്ചത് അവരാണ്. അപ്പോൾ അവരോടാണ് ആദ്യം യുദ്ധം ചെയ്യേണ്ടത്. മക്കയിൽ നിന്ന് നമ്മളെ തേടി വരുന്ന ശത്രുക്കൾ അറ്റ്ലീസ്റ്റ് അവർ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ആളുകൾ ഇത്രയും നേരം മിത്രമായി കൂടെ നിന്ന് നിർണായക സന്ദർഭത്തിൽ നമ്മളെ വഞ്ചിച്ചവരാണ്. അതുകൊണ്ട് ആദ്യം അവരുമായിട്ട് യുദ്ധം ചെയ്യണം. അതാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. മറ്റൊരു സൈഡ് പോയിന്റ്, വെറുതെയല്ല, പരിശുദ്ധ ഖുർആനിലെ ആരംഭത്തിൽ തന്നെ, സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെയും അവിശ്വാസത്തെയും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സുദീർഘമായിട്ട് നിഫാഖിനെ സംബന്ധിച്ച് അവിടെ പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വിശ്വാസത്തെയും അവിശ്വാസത്തെയും പറയുന്നതിനേക്കാൾ എത്രയും ഇരട്ടി ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ഉപമ സഹിതം നിഫാഖിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുദീർഘമായിട്ട് വിവരിക്കാനുള്ള കാരണം ഈ വിശ്വാസം അവിശ്വാസത്തേക്കാൾ അപകടമാണ് നിഫാഖ് എന്നുള്ളത്. കാരണം ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച് നമ്മളിലേക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ കൂടെ നിന്ന് മിത്രമായി കൂടെ നിന്ന് വഞ്ചിക്കുന്ന ശത്രുക്കൾ, അത് യഥാർത്ഥത്തിൽ അത്യധികം അപകടമാണ്. ആ രൂപത്തിൽ അതുകൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ അഭിപ്രായം. മറ്റൊരു വിഭാഗം പറഞ്ഞു, അവരെ വിട്ടേക്ക്, അവരെ ഈ സന്ദർഭത്തിൽ വിട്ടേക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ട് നമ്മുടെ പ്രഥമ മിഷൻ എന്നുള്ളത് നമ്മളെ ലക്ഷ്യം വെച്ച് വരുന്ന ആ ഖുറൈശികളെ നേരിടുകയാണ്. അപ്പോൾ അവരുമായിട്ട് ആദ്യം നമുക്ക് യുദ്ധം ചെയ്യാം, അതിന് ശേഷം ഇവരിലേക്ക് അല്ലെങ്കിൽ ഇവരെ കൈകാര്യം ചെയ്യാം. അതാണ് മറ്റേ വിഭാഗം പറഞ്ഞത്. ഏതായിരുന്നാലും ഈ 2 അഭിപ്രായങ്ങൾ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വീണ്ടും ഉയർന്നു വരികയാണ്. അണികളിൽ ഒരു ചെറിയ ഭിന്നിപ്പ് വരികയാണ്. നേരത്തെ നമുക്കറിയാം, ഉഹുദിൻ്റെ ആരംഭത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹി ആ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ അവരോട് അഭിപ്രായം ചോദിച്ച സന്ദർഭത്തിലും ചെറിയൊരു ഭിന്നിപ്പ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ആ സൈന്യത്തിനിടയിൽ, അവശേഷിക്കുന്ന സൈന്യത്തിനിടയിൽ ഒരു ഭിന്നിപ്പ് വന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുർമുദി ധരിക്കുന്ന ഹദീസ്, ഹസനായിട്ടുള്ളൊരു ഹദീസിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹുദ് യുദ്ധവേളയിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇതേ രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ വഴിമധ്യേ മടങ്ങി. ആ സന്ദർഭത്തിൽ ഫക്കാനന്നാസു ഫീഹിം ഫരീഖൈൻ, അവരുടെ കാര്യത്തിൽ സ്വഹാബികൾ 2 കക്ഷികളായി. ഈ രൂപത്തിൽ, അതായത് 2 അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൻ്റെ 88-ാമത്തെ വചനം ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. സൂറത്തു നിസാ ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്തു നിസാഇൻ്റെ 88-ാമത്തെ വചനത്തിൽ ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈനി വല്ലാഹു അർക്കസഹും ബിമാ കസബു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരുത്താണ്. കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങളെന്തിനാണ് ഈ രൂപത്തിൽ തർക്കിച്ച് കക്ഷികളാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അവരെ തിരുത്തുന്നത് ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം തഫ്സീറിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു പ്രവൃത്തിയുടെ പേരിൽ മുസ്ലിങ്ങൾ ഇതേ രൂപത്തിൽ തമ്മിൽ ഭിന്നിക്കുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവരാണ്. കാരണം ഈ രൂപത്തിലെല്ലാം മുനാഫിക്കുകൾ ചെയ്യാനുള്ള കാരണം തന്നെ അത് മുസ്ലിങ്ങളുടെ ആത്മവീര്യം നശിപ്പിച്ച് ഏതെങ്കിലും രൂപത്തിൽ അവർ യുദ്ധത്തിൽ പരാജയപ്പെടണമെന്നുള്ള ആഗ്രഹം കാരണമാണ്. അപ്പോൾ ഈ രൂപത്തിൽ തമ്മിലടിച്ച് ഭിന്നിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിൻ്റെ 46-ാമത്തെ വചനം ഓർക്കുന്നുണ്ടാകും, അലാ തനാസഉ ഫതഫ്ശലു തദ്ഹബ റീഹുക്കും, നിങ്ങൾ ഒരിക്കലും പരസ്പരം ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീര്യം നശിക്കും, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുമെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പരസ്പരം ഭിന്നിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ കീഴടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവരെ തിരുത്തുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും സംഘവും ആ നിർണായക സന്ദർഭത്തിൽ പിന്മാറുകയാണ്. ഉബയ്യിൻ്റെ ആ ഒരു തന്ത്രം ചെറിയ രൂപത്തിലുള്ള ഒരു ഫലം കാണുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അവർ പോയ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ചെറിയൊരു ഭിന്നത വന്നു. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ സംഭവിച്ചത്, അവർ പോയ സന്ദർഭത്തിൽ അവശേഷിക്കുന്ന മുസ്ലിം സൈന്യത്തിനിടയിൽ ചില ആളുകൾക്ക് ചെറിയൊരു അടക്കം വരികയാണ്. അതായത് ഇനി നമ്മൾ വെറും 700 മാത്രമാണ്, അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ ചില ആളുകൾ അതേ രൂപത്തിൽ പിന്മാറാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് വരികയാണ് ചില ആളുകൾക്ക്. അത് പ്രധാനമായിട്ട് അൻസാറുകളിൽപ്പെട്ട ഔസ് ഗോത്രത്തിലെ ബനു ഹാരിസ ഗോത്രക്കാരും ഖസ്റജിലെ ബനു സലമ ഗോത്രക്കാരും അതേ രൂപത്തിൽ പിന്തിരിയാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, അവരെങ്ങാനും കൂടെ പോയിരുന്നെങ്കിൽ ആ 700 വീണ്ടും താഴേക്ക് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മനസ്സ് മാറ്റി അവരെ ആ സൈന്യത്തോടൊപ്പം പിടിച്ചു നിർത്തി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആൽ ഇംറാന്റെ 122 വചനത്തിൽ ആ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇത് ഹമ്മ ത്വാഇഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങളിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ, അവരെ ഉദ്ദേശിക്കുന്ന ആ 2 ഗോത്രക്കാരെയാണ്, അവർ ഭീരുത്വം കാണിക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ആ സന്ദർഭത്തിൽ വല്ലാഹു വലിയുഹുമ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയിരുന്നു അവരുടെ രക്ഷാധികാരി. ഇപ്പോൾ ഈ ഒരു ആയത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വിമർശിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ആയത്തിൻ്റെ 2ാമത്തെ ഭാഗം പോസിറ്റീവാണ്. വല്ലാഹു വലിയുഹുമ, അള്ളാഹുവാണ് അവരുടെ രക്ഷാധികാരി. മനോഹരമായിട്ടുള്ള കാര്യം, ഈ 2 ഗോത്രക്കാർ, ബനു ഹാരിസ ബനു സലമ ഗോത്രക്കാർ പിന്നീടുള്ള കാലത്തുടനീളം അവർ ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടി അവർ പറയായിരുന്നു. കാരണം വല്ലാഹു വലിയുഹുമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന് അവർ പിന്നീടുള്ള കാലത്തുടനീളം അവർ അഭിമാനത്തോടുകൂടെ പറയായിരുന്നു. അതെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും ഉബയ്യിൻ്റെ ആ ഒരു പിന്മാറ്റത്തോടുകൂടെ പിന്നീട് അവശേഷിക്കുന്ന 700ഓളം വരുന്ന ആ ഒരു സൈന്യം അവർ പ്രതീക്ഷയോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അവർ ഉഹുദിലേക്ക് തന്നെ ഉഹുദ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങാൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ സൂറത്തു ആൽ ഇംറാനിൽ തന്നെ വീണ്ടും 160 വചനത്തിൽ ഇൻ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിക്കുന്ന പക്ഷം ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. അപ്പോൾ ആ ഒരു സഹായം നമുക്കറിയാം, ആ സഹായം തൊട്ടു മുമ്പ് അവർക്ക് ബദറിൽ ലഭിച്ചിട്ടുണ്ട്. നമ്പറിൽ യാതൊരു കാര്യമില്ലെന്ന് ബദറിലൂടെ അവരെ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം, അത് മാത്രമല്ല സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹൃദയമായിട്ടുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ബദറിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് അവരെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ്റെ 13ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വതആല ഇരട്ടിയായി ആ സൈന്യത്തെ കാണിച്ചതും ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചതിനെ സംബന്ധിച്ചെല്ലാം ആ സൂറത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടെ പ്രതീക്ഷ കൈപടിയാതെ ആ ഒരു കൊച്ചു സംഘം 700ഓളം വരുന്ന കൊച്ചു സംഘം ഉഹുദ് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സൈന്യം ഒരല്പം കൂടെ മുന്നോട്ട് നീങ്ങി ഏകദേശം ഉഹുദിന് അടുത്തെത്താനായ സന്ദർഭത്തിൽ അവിടെ വെച്ച് റസൂലുള്ളാഹി ആ പ്രധാന പാത ഒഴിവാക്കി, മെയിൻ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ വേണ്ടി റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. കാരണം ശത്രുക്കൾ, ആ പ്രധാന പാത ശത്രുക്കൾക്ക് സുപരിചിതമാണ്. അപ്പോൾ അതല്ലാതെ മറ്റൊരു രഹസ്യ വഴിയിലൂടെ, ഒരു കുറുക്ക് വഴിയിലൂടെ പോയി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലത്ത് താവളം അടിക്കണം. അതാണ് റസൂലുള്ളാഹിൻ്റെ പ്ലാന്. അതിനു വേണ്ടി ആരാണ് നമ്മളെ ഏതെങ്കിലും എളുപ്പ വഴിയിലൂടെ ഉഹുദിന് സമീപത്ത് എത്തിക്കുക എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ അബുൽ ഖൈസം റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രതികരിച്ച്, അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രഹസ്യ വഴിയിലൂടെ, ഒരു കുറുക്ക് വഴിയിലൂടെ ആ ഉഹുദിലേക്ക് ആ സൈന്യത്തെ നയിക്കുകയാണ്. അതായത് മെയിൻ ഹൈവേ അല്ല, ഓഫ് റോഡിലൂടെ, അതായത് തോട്ടത്തിലൂടെയും നിരവധി വീടിൻ്റെ പിറകിലൂടെയെല്ലാമായി ആ സൈന്യം ഉഹുദിന് സമീപത്തേക്ക് നീങ്ങാൻ. അപ്പോൾ അവർ പോകുന്ന സന്ദർഭത്തിൽ, ഒരു തോട്ടത്തിലൂടെ അവർ പോകുന്ന സന്ദർഭത്തിൽ ആ തോട്ടം അബ്ദുല്ലാഹി ബിൻ ഉബൈ, നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഉബൈൻ്റെ അനുയായ ഒരു കപടനായിട്ടുള്ള ഒരു വ്യക്തി, മിർഅബ് ബിൻ ഖൈലി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ തോട്ടത്തിലൂടെ ആ സൈന്യം പോകുന്ന സന്ദർഭത്തിൽ അയാൾ അന്ധനാണ്. അയാൾ ഈ ശബ്ദം കേട്ട് അയാൾ വീടിന് പുറത്തേക്ക് വരാൻ. അയാൾ ചോദിച്ചു, എന്താണ് അവിടെ ശബ്ദം? അത് ഈ പോകുന്നത് മുഹമ്മദ് അനുയായികളാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ അയാൾ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അയാൾ ദേഷ്യം കാരണം അവരെ ശപിക്കുകയും അവിടെയുള്ള കല്ലും മണ്ണും എല്ലാം എടുത്ത് മുസ്ലിങ്ങളുടെ നേരെ എറിയുകയെല്ലാം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ മുസ്ലിം സൈന്യത്തിൽ പെട്ട ചില ആളുകൾ അയാളെ കൈകാര്യം ചെയ്യാൻ പോയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അയാളെ വിട്ടേക്ക്, അയാളെ വിട്ടേക്ക്. കാരണം അമൽ ഖൽബ് അമൽ ബസ്വർ, അയാൾ ഹൃദയത്തിനും നേത്രങ്ങൾക്കും രണ്ടും ഒരുപോലെ അന്ധത ബാധിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ വിട്ടുകളയുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിലും അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരായത്ത് സൂറത്തുൽ ഹജ്ജിൻ്റെ 46ാമത്തെ വചനത്തിൽ ഫഇന്നമാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കണ്ണുകളെയല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്, മറിച്ച് നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ്. ആ ഒരു സംഭവം അരങ്ങേറി. അങ്ങനെ മുസ്ലിം സൈന്യം കുറുക്കുവടിയിലൂടെ എല്ലാം നീങ്ങി അവസാനം ആ ഉഹുദ് പർവ്വത നിരകളെല്ലാം കടന്നു കയറി അവർ ആ താഴ്വരയിൽ ഇറങ്ങാണ്. ഉഹുദിൻ്റെ താഴ്വരയിൽ മുസ്ലിം സൈന്യം ഇറങ്ങി. അതിൻ്റെ അങ്ങേയറ്റത്ത് ഉഹുദിനെ പിന്നിലും മദീനയെ മുന്നിലുമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ അവിടെ താവളമടിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ലിം സൈന്യത്തിന് വേണ്ടി അവിടെ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ അതിമനോഹരമായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ആ മേപ്പെല്ലാം വെച്ച് അത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഏത് രൂപത്തിലായിരുന്നു മുസ്ലിങ്ങൾ അവിടെ താവളം അടിച്ചത്, അതിനുശേഷം ആ യുദ്ധത്തിലേക്കുള്ള പ്രിപ്പറേഷൻ ഏത് രൂപത്തിലായിരുന്നു, എങ്ങനെയാണ് യുദ്ധം ആരംഭിച്ചത്, അതെല്ലാം ആ മനോഹരമായിട്ടുള്ള വരാനിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തുടർന്ന് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.